കേവലം ഇബാദത്തെടുത്തതുകൊണ്ട് മാത്രം ആഖിറം രക്ഷപ്പെടുമെന്ന് കരുതിയവരുണ്ടോ? ചില ആളുകൾ അങ്ങനെ കരുതിപ്പോകും. ഇബാദത്ത് കൊണ്ട് മാത്രം ആഖിറം രക്ഷപ്പെടുത്താൻ കഴിയോ? ഒരാളും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇബാദത്ത് വേണം. ആ ഇബാദത്തുള്ളതോടുകൂടെ മഹാന്മാര് പറഞ്ഞില്ലേ, സ്വർഗത്തിനൊരു താക്കോലുണ്ട് കേട്ടോ. സ്വർഗത്തിനൊരു താക്കോൽ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം അത് സ്വർഗത്തിലേക്കുള്ള താക്കോലാണ്. ഒരു പൂട്ട് തുറന്നു കിട്ടണമെങ്കിൽ ആ പൂട്ടിൽ താക്കോല് കയറ്റിയാലല്ലേ ആ ലോക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ. ആ ലോക്ക് അത് തുറക്കാനുള്ള കീയാണ്, ചാവിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ്. ആ റബ്ബല്ലാത്ത ഒരാള് ഒരു ഇബാദത്തിനും അർഹനല്ല. അതുകൊണ്ടല്ലേ സത്യവിശ്വാസികൾ അവരെപ്പോഴും അധികരിപ്പിക്കേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും അധികരിപ്പിക്കേണ്ടതാണ്. കാരണം അത് സ്വർഗത്തിലേക്കുള്ള ചാവിയാണ്. എന്നാൽ ഈ ചാവിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ താക്കോലിന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ താക്കോലിന് കുറെ പല്ലുകൾ ഉണ്ടാകും. ആ പല്ലുകൾ മുഖേന ആ താക്കോലിട്ടാലേ അതേ ലോക്ക് തുറക്കാൻ കഴിയുള്ളൂ. എന്നാൽ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയോ? അതിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായോ? അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ അധികരിപ്പിച്ചത് കൊണ്ട് മാത്രമായോ? മഹാന്മാര് പറയാണ്, വലാ ബുദ്ദലിൽ മിഫ്താഇ മിൻ അസ്നാൻ. ആ താക്കോലിന് കുറെ പല്ലുകൾ ആവശ്യമാണല്ലോ. ആ പല്ലുകൾ ഉണ്ടാകുമ്പോഴല്ലേ ആ താക്കോല് കൊണ്ട് ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ. എന്നാൽ സ്വർഗത്തിന്റെ ചാവിയായ, സ്വർഗത്തിന്റെ താക്കോലായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനിക്കും കുറെ അതേ പല്ലുകൾ ഉണ്ട്. ഏതാണ് പല്ലുകൾ? വമിൻ അസ്നാനിഹി. ആ താക്കോലിന്റെ പല്ലുകളിൽ പെട്ടതാണ് ലിസാനുൻ ദാകിറുൻ ത്വാഹിറുൻ മിനൽ കദിബി വൽ ഗീബതി. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവ്, ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാകണം. ദിക്ർ ചൊല്ലുന്ന നാവ് എന്നത് ആ സ്വർഗത്തിന്റെ താക്കോലിന്റെ ഒരു പല്ലാണ്. ആ പല്ലാണ് ദിക്ർ ചൊല്ലുന്ന നാവ്. ഓ ഉമ്മമാരെ, പഴയ ഉമ്മമാര് അവര് ധാരാളം ദിക്ർ ചൊല്ലിയിരുന്നു. പക്ഷേ അവർക്ക് ഒരു മൊബൈലിന്റെ ആവശ്യവുമില്ലായിരുന്നു. ഇന്നങ്ങനെയല്ല. മൊബൈലിൽ ദിക്ർ ഇങ്ങനെ നടക്കൂ. ആ മൊബൈൽ വെച്ച ഉമ്മ പേരെ തിരക്കിലാണ്. പേരിനിങ്ങനെ ദിക്ർ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മക്ക് അത് ശ്രദ്ധിക്കാൻ നേരമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒന്നിനെയും അപകീർത്തിപ്പെടുത്തുകയല്ല. പക്ഷേ ദിക്ർ ചൊല്ലേണ്ടത് മൊബൈലല്ല, ലിസാനുൻ ദാകിറുൻ. ദിക്ർ ചൊല്ലേണ്ടത് നാവാണ്. പഴയ കാലത്തെ ഉമ്മമാരോ അവർക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കാൻ മൊബൈലിന്റെ സംവിധാനമില്ലായിരുന്നു. എന്നാലും കയ്യിലെ തസ്ബീഹ് മാല പിടിച്ചിട്ട് എത്രയാണ് കണക്കില്ലാതെ അവർ ദിക്ർ ചൊല്ലിയത്, എത്രയാണ് അവർ തസ്ബീഹ് ചൊല്ലിയത്. കാരണം ഈ ചാവിയുടെ സ്വർഗത്തിലേക്കുള്ള താക്കോലിന്റെ ഒരു പല്ലാണ് ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാകണേ. എന്നാൽ ഒന്നും കൂടി പറയട്ടെ, ആ നാവിന് കേവലം ദിക്ർ ചൊല്ലാൻ മാത്രം അറിഞ്ഞാ പോരാ. ആ നാവിന് കേവലം ദിക്ർ ചൊല്ലാൻ മാത്രം അറിഞ്ഞാ പോരാ. ഒന്നും കൂടി പറയാണ്, ആ താക്കോലിന്റെ പല്ലായ നാവിന് വേറൊരു സ്വഭാവമുണ്ട്. എന്താണ്? ത്വാഹിറുൻ മിനൽ കദിബി വൽ ഗീബ. ആ ദിക്ർ ചൊല്ലുന്ന നാവിന്റെ പ്രത്യേകത, ആ നാവ് കള്ളം പറയില്ല. ആ നാവ് ഒരാളെയും ഗീബത്ത് പറയില്ല. അത് ദിക്ർ ചൊല്ലിയതിന്റെ പവറാണ്. നമ്മൾ ഇന്ന് ദിക്ർ ചൊല്ലുന്നു, അതിനേക്കാളും കൂടുതൽ നുണ പറയുന്നു. നമ്മൾ ഇന്ന് ദിക്ർ ചൊല്ലുന്നു, അതിനേക്കാളും കൂടുതൽ ഗീബത്ത് പറയുന്നു. ദിക്റിന്റെ മജ്ലിസ് കഴിഞ്ഞ് വന്നിട്ട് പുറത്ത് നിന്നിട്ട് രണ്ട് കയ്യും ഇങ്ങനെ ബാക്കിൽ കെട്ടിയിട്ട് ആരാനെ എണ്ണാൻ തുടങ്ങി.
എവിടുന്നാ വരുന്നത്? സിനിമ ടാക്കീസ് എന്നല്ല, പിന്നെ ദിക്കറിന്റെ മജ്ലിസ് തന്നെയാണ്. ദിക്കറിന്റെ മജ്ലിസ് വന്നിട്ട് പുറത്തു വന്നിട്ട് പറയൽ എന്താണ്? ഉസ്താദിന്റെ ദുആ കുറച്ച് കൂടി പോയി ആവാ ആണല്ലേ? അങ്ങനല്ലേ പറയാ? റാത്തീവിന്റെ സദസ്സിന് വന്നു, നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു തങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തി. പാവം ഓരെല്ലാം തിരക്കും വെച്ച് മാറ്റി വെച്ചിട്ട് മൂപ്പറങ്ങ് വന്നു. നമ്മൾ ഇന്നത്തെ അവസ്ഥ പറയാണ്, ഉള്ളത് പറയാ, ബേജാറാവില്ല. നിങ്ങളല്ല ബാവാ, നിങ്ങാരും അങ്ങനത്തെ അങ്ങനത്തും അല്ല. നിങ്ങളുടെ ഭാര്യ നല്ല ദുനിയാവിൽ വേറെ ആരും ഇല്ലെങ്കിൽ നിങ്ങളെത്ര നല്ല ആരും ഇല്ല. അല്ലാഹു ബർക്കത്തായിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ദുവെല്ലാം കഴിഞ്ഞു, എല്ലാം പോകുമ്പോ നല്ല പ്രോഗ്രാമല്ല, മാത്രം തങ്ങത്തിൽ ടൈം ആരെടുത്തത്? നല്ല പ്രോഗ്രാമല്ല ബാവാ, മാത്ര തങ്ങത്തിൽ ദൂവത്തിൽ ഉദ്ദാക്കിത്ത് ബൽച്ചിന്ന് ഉദ്വാർന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അതങ്ങനെ പറഞ്ഞ തങ്ങൾക്ക് ഇഷ്ടാവുക? ഇഷ്ടാവൂല. നമ്മൾ എവിടുന്ന എണിച്ച് വന്നിട്ട് ഇത് പറഞ്ഞേ? ദിക്റിന്റെ മജ്ലിസിൽ തന്നെ, റാത്തീവിന്റെ മജ്ലിസിൽ തന്നെ. അങ്ങനത്തെ ചാവിയുടെ പല്ലായ പറ്റൂല നാവ്. നാവിനിക്ക് എന്ത് വേണം? ലിസാനുൻ ദാക്കിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവാകണം. അതോടൊപ്പം ത്വാഹിറും മിനൽ കദിബി വൽ ഗീബ, ആ ദിക്ർ ചൊല്ലുന്ന നാവ് കൊണ്ട് നുണ പറയരുതേ ജനങ്ങളെ, ഗീബത്ത് പറയരുതേ ജനങ്ങളെ. അതാ പറഞ്ഞത് സ്വർഗത്തേക്കുള്ള താക്കോലാണ്. ആ താക്കോലിന്റെ പല്ലാണ് ഒന്ന് അത്. ഇനി ഒന്നും കൂടി പണ്ഡിതന്മാര് പറയാണ്, ഇനി മറ്റൊരു താക്കോൽ ഏതാണ്? വഖൽബുൻ ഖാശിഉ, റബ്ബിനെ എപ്പോഴും പേടിക്കുന്ന മനസ്സ് വേണം. അത് സ്വർഗത്തിന്റെ പൂട്ട് തുറന്നു കിട്ടാനുള്ള താക്കോലിന്റെ ഒരു ചാവിയാണ്. ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാകലോടൊപ്പം നുണ പറയാത്ത നാവ് വേണം, ഗീബത്ത് പറയാത്ത നാവ് വേണം. അതോടൊപ്പം വഖൽബുൻ ഖാശിഉ, റബ്ബിനെ എപ്പോഴും പേടിക്കുന്ന, ആ റബ്ബിനെ എപ്പോഴും ഭയക്കുന്ന നല്ല മനസ്സ് വേണേ ഉമ്മമാരെ. ഏത് ദുർബല സമയത്തും ആര് ചതിക്കാൻ നോക്കിയാലും, ആര് വീഴ്ത്താൻ നോക്കിയാലും, ആര് വഞ്ചിക്കാൻ നോക്കിയാലും, ചതിയുടെ കാലമാണിത്, വഞ്ചനയുടെ കാലമാണിത്, പല മക്രിന്റെ കാലമാണ്, ഖിയാനത്തിന്റെ കാലമാണ്. ഒരൊറ്റ ചതിക്കാരന്റെയും ചതിയിൽ വീണു പോകാതെ കൽബൊന്ന് പാകപ്പെടുത്തിയെടുക്കണം. ഏത് ചതി പ്രയോഗത്തിൽ വീണു പോകാനിടയുള്ള സമയത്ത് അല്ലാ, എന്നെ കാണുന്നൊരു റബ്ബുണ്ടല്ലോ, എന്നെ വീക്ഷിക്കുന്നൊരു റബ്ബുണ്ടല്ലോ, എന്നെ നിരീക്ഷിക്കുന്നൊരു റബ്ബുണ്ടല്ലോ. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, അതേ മനസ്സിലുള്ളത് മുഴുവനും കാണുന്നൊരു റബ്ബുണ്ടല്ലോ. വാല് കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ആഖിറുസ്സമാനാണ് മക്കളെ. ഒരാളെ ചതിയിലും പെട്ടുപോകരുത്. മരക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന യുവതികളെ, ഒരാളെ ചതിയിലും പെട്ടുപോകരുത്. ആ ദുർബല സമയത്തൊക്കെ വഖൽബുൻ ഖാശിഉ, എന്നെ കാണുന്ന എന്റെ റബ്ബിനെ പേടിക്കുന്ന ഒരു മനസ്സ് വേണേ. ആ മനസ്സാണ് ഇത്തരത്തിലുള്ള സദസ്സ് കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെയുള്ള മനസ്സ് ഉണ്ടാക്കിയെടുത്തത് കൊണ്ടല്ലേ മുൻഗാമികളെ രക്ഷപ്പെട്ടു പോയത്. അതുകൊണ്ടാണല്ലോ അവരുടെ കണ്ണുകൾ നനഞ്ഞത്. അവരങ്ങ് വേഗം കരഞ്ഞുപോയി, വേഗം അങ്ങ് കരഞ്ഞുപോയി. അവരുടെ ജീവിതം അങ്ങനെയാണല്ലോ. ഈ റബീഉൽ ആഖിർ മാസം ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമ എംഎ ഉസ്താദിനെ അനുസ്മരിക്കുന്ന മാസമാണ്. അല്ലാഹുവേ, നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. മദ്രസയുടെ പരിപാടി നടന്ന സ്റ്റേജിൽ എംഎ ഉസ്താദിനെ മറക്കാൻ പറ്റൂല. കാരണം മദ്രസ സംവിധാനത്തിന് ആ ആശയം ആദ്യമായി പണ്ഡിത സഭയിൽ അവതരിപ്പിച്ച മഹാനാണ് നൂറുൽ ഉലമ. അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ പ്രകാശമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ.
ഇന്നലെ ഒരു ഉസ്താദാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാണ് നേരത്തെ നിങ്ങളെ ഉസ്താദ് ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വാദിന് പോകുന്നുണ്ട്. അദ്ദേഹം കേരളക്കാരനാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ നാട്ടിലെ പരിപാടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, സൂക്ഷ്മത ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നല്ല സൂക്ഷ്മത വേണം. ഏത് വിഷയത്തിലും നന്നായി സൂക്ഷ്മതയിൽ ജീവിച്ചാൽ അതിലൊക്കെ വലിയ ബർക്കത്തുണ്ടാവും. ഉള്ളത് കുറച്ചാണെങ്കിലും ശരി, ഉള്ളത് നല്ല സൂക്ഷ്മതയിൽ വേണം. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് ചെയ്യട്ടെ. എം.എ. ഉസ്താദ് മംഗലാപുരം ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ പല്ലുകുത്തൽ സുന്നത്താണല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ തഖ്ലീല്, പല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും സിക്കിയൽ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് എടുത്താൽ തിന്നാൻ പറ്റുമോ പറ്റൂലേ, അതും പണ്ഡിതന്മാർ ചർച്ച പറഞ്ഞു. നിങ്ങളെന്താ കരുതിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് നാവെന്ന് എടുത്തതാണെങ്കിൽ കുഴപ്പമില്ല, അല്ല കുത്തിയിട്ടെടുത്താണെങ്കിൽ തിന്നണ്ട, അങ്ങനെ ഇസ്ലാം പറഞ്ഞ. ഹറാമോന്ന അങ്ങനൊന്നും പറയാനില്ല, എന്നാലും വേണ്ട, അത് വേണ്ട. കുത്തിയിട്ടെടുത്താൽ അത് പുറത്തിടുക. നാവെന്ന് എടുത്താൽ വേണമെങ്കിൽ അല്ലാഹ് ബിസ്മി ഒന്ന് കിടക്കട്ടെ, കുറെ അങ്ങ് കിടക്കണല്ലേ, ഇതും കൂടി ഒന്ന് കിടക്കട്ടെ. പക്ഷേ സാധാരണഗതിയിൽ ഈ പല്ല് കുത്താൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇവിടെ എന്താ പറയാ നിങ്ങൾക്കറിയില്ല, ബിദുറു എന്താ നിങ്ങൾ എന്താ പറയാ? മുളത്തിന്റെ എന്താ നിങ്ങൾ പറയണേ? നമ്മുടെ ടൂത്ത് പിക്കില്ലേ? അപ്പൊ ഈ ഉസ്താദിനോട് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദ് ചോദിച്ചു, ഒരു ഹലാലായ പല്ലുക്കുത്തി കിട്ടുമോ എന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു. സുഖമില്ലാതെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഒരു ഹലാലായ പല്ലുക്കുത്തി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സഖാഫി ഉസ്താദിന് മനസ്സിലായില്ല, എന്താണ് ഇപ്പൊ ഹലാലായ പല്ലുക്കുത്തി ഹറാമായ പല്ലുക്കുത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണിങ്ങനെ ചോദിക്കുമ്പോഴാ പറഞ്ഞത്, ഈ എന്താണിങ്ങനെ ചോദിക്കുമ്പോഴാണ് പിന്നെയാണ് മനസ്സിലാക്കണത്, ഈ മുളത്തിന്റെ നമ്മള് ബിദുറു എന്ന് പറയും, ആ ബിദുറു കൊണ്ട് പല്ലു കുത്ത അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കിതാബിലുണ്ട്. ഈ ബിദുറു നിങ്ങൾക്ക് മനസ്സിലായോ ഈ പറയണേ? അതിൻ്റെത് പല്ലുക്ക് കുത്തല് നല്ലതല്ല എന്ന് കിതാബിലുണ്ട്. അപ്പൊ അതല്ലാത്തത് വേറെ വേണോന്ന് നിങ്ങൾ നോക്ക്. ഹറാമിന്റെ കാര്യമല്ല, നിർബന്ധ കാര്യമല്ല, ഒന്നുമല്ല. പക്ഷേ ഒരു കറാഹത്ത് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി, എപ്പോ സുഖമില്ലാതെ വല്ലാതെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വിധേയമായ സമയത്ത് ഒരു കറാഹത്ത് ചെയ്യാൻ ഉസ്താദ് ഭയക്കാണ്. വെറുതെയാണോ? അവരൊക്കെ വഫാത്തായിട്ട് വർഷങ്ങൾ പിന്നിട്ടാലും അവരെ ഈ ഉമ്മത്ത് ഓർക്കണത് വെറുതെയാണോ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതിരിക്കാൻ അത്രമാത്രം ജീവിതം സൂക്ഷിച്ച മഹാൻ ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. അല്ലാഹുവേ, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അത്തരൊന്നും വറയോടുകൂടെ ജീവിക്കാൻ ഈ ആഖിറു സമാനിൽ കഴിയുന്ന ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. എന്നാലും അതിന്റെ ഒരു ചെറിയ അംശം, ഒരു ലവലേശമെങ്കിലും സൂക്ഷ്മതയിൽ കഴിയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അങ്ങനെ വേണം ആ ഖൽബ്. അതാണ് ഖൽബുൻ ഖാശിഉൻ, അല്ലാഹുവിനെ പേടിക്കുന്ന മനസ്സ്. അത് സ്വർഗത്തിന്റെ ലോക്ക് തുറക്കുന്ന ചാവിയുടെ താക്കോലാണ്. ഓ സുഹൃത്തുക്കളെ, ആ ഖൽബുണ്ടാക്കി എടുക്കാനാണ് ഞാനും നിങ്ങളും മെനക്കെടേണ്ടത്. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുകൾ എപ്പോഴും പറയല്, റബീഉൽ ആഖിർ മാസം മഹാനവരുകൾ വഫാത്തായ മാസമാണല്ലോ. മഹാനവരുകൾ എപ്പോഴും പറയൽ എന്താണ്? നിങ്ങൾ എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണ്ട. ഇനി ഞാൻ എത്ര കാലം ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? കുറെ ആയുസ് റബ്ബെനിക്ക് തന്നില്ലേ, ഇനിയും ഞാനിങ്ങനെ ദീർഘായുസ്സിന് വേണ്ടി ദുആ പറ്റോ? പക്ഷേ നിങ്ങൾ എനിക്ക് ദുആ ചെയ്യേണ്ടത് മരിക്കുന്ന സമയത്ത് ഖൽബ് പ്രകാശിച്ചിട്ട് മരിക്കണോ. ആ ഖൽബൊന്ന് പ്രകാശിക്കണം, ഖൽബിന് നല്ല വെളിച്ചം കിട്ടണോ. ആ
പ്രകാശിക്കുന്ന കൽബോടുകൂടെ മരിക്കണോ? ആരാണിത് പറയുന്നത്? സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുകളുടെ ചരിത്ര പുസ്തകം ഞാൻ വായിച്ചപ്പോ അതിൽ ഒരിടത്ത് കാണാൻ കഴിയും, മഹാനവരുകൾ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടില്ല. ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ വേണ്ടി ഉറങ്ങാ. ബക്കറ്റ് വേഗം കൊടുത്തോളി, സമയമായി. വേഗം സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ്. പണ്ടത്തെ ബക്കറ്റ് തന്നെ അല്ലേ? ബക്കറ്റ് എന്ത് പുതിയായിട്ടില്ല, അല്ല പുതിയ ബക്കറ്റ് കൊണ്ട് ഉമ്മ 2 പുതിയ ബക്കറ്റാണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. നോക്കി, വേറെ സ്ഥലത്താണെങ്കിൽ അങ്ങനല്ല, ഹൗലും കരയിലെ ബക്കറ്റ് എടുത്തിട്ട് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് അയക്കാം. ഇവിടെ കണ്ടില്ലേ, നല്ല പുതിയ ബക്കറ്റാണ് ഉമ്മ, നല്ല സംഭാവന കൊടുത്തു. അങ്ങനല്ലേ പറയാ? റാത്തീവിന്റെ സദസ്സിന് വന്നു, നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു തങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തി. പാവം ഓരെല്ലാം തിരക്കും വെച്ച് മാറ്റി വെച്ചിട്ട് മൂപ്പറങ്ങ് വന്നു. നമ്മൾ ഇന്നത്തെ അവസ്ഥ പറയാണ്, ഉള്ളത് പറയാ, ബേജാറാവില്ല. നിങ്ങളല്ല ബാവാ, നിങ്ങാരും അങ്ങനത്തെ അല്ല, നിങ്ങളുടെ ഭാര്യ നല്ല ദുനിയാവിൽ വേറെ ആരും ഇല്ലെങ്കിൽ നിങ്ങളെത്ര നല്ല ആരും ഇല്ല. അല്ലാഹു ബർക്കത്തായിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ദുവെല്ലാം കഴിഞ്ഞു, എല്ലാം പോകുമ്പോ നല്ല പ്രോഗ്രാമല്ല, മാത്രം തങ്ങത്തിൽ ടൈം ഞാനെടുത്തത് നല്ല പ്രോഗ്രാമല്ല ബാവാ, മാത്ര തങ്ങത്തിൽ ദൂവത്തിൽ ഞാരത് ഉദ്ദാക്കിത്ത് ബൽച്ചിന്ന് ഉദ്വാർന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അതങ്ങനെ പറഞ്ഞ തങ്ങൾക്ക് ഇഷ്ടാവൂല. നമ്മൾ എവിടുന്ന എണിച്ച് വന്നിട്ട് ഇത് പറഞ്ഞേ? ദിക്റിന്റെ മജ്ലിസിൽ തന്നെ, റാത്തീവിന്റെ മജ്ലിസിൽ തന്നെ. അങ്ങനത്തെ ചാവിയുടെ പല്ലായ പറ്റൂല നാവ്. നാവിനിക്ക് എന്ത് വേണം? ലിസാനുൻ ദാക്കിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവാകണം. അതോടൊപ്പം ത്വാഹിറും മിനൽ കദിബി വൽ ഗീബ, ആ ദിക്ർ ചൊല്ലുന്ന നാവ് കൊണ്ട് നുണ പറയരുതേ ജനങ്ങളെ, ഗീബത്ത് പറയരുതേ ജനങ്ങളെ. അതാ പറഞ്ഞത് സ്വർഗത്തേക്കുള്ള താക്കോലാണ്, ആ താക്കോലിന്റെ പല്ലാണ് ഒന്ന് അത്. ഇനി ഒന്നും കൂടി പണ്ഡിതന്മാര് പറയാണ്, ഇനി മറ്റൊരു താക്കോൽ ഏതാണ്? വഖൽബുൻ ഖാശിഉ, റബ്ബിനെ എപ്പോഴും പേടിക്കുന്ന മനസ്സ് വേണം. അത് സ്വർഗത്തിന്റെ പൂട്ട് തുറന്നു കിട്ടാനുള്ള താക്കോലിന്റെ ഒരു ചാവിയാണ്. ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാകലോടൊപ്പം നുണ പറയാത്ത നാവ് വേണം, ഗീബത്ത് പറയാത്ത നാവ് വേണം. അതോടൊപ്പം വഖൽബുൻ ഖാശിഉ, റബ്ബിനെ എപ്പോഴും പേടിക്കുന്ന, ആ റബ്ബിനെ എപ്പോഴും ഭയക്കുന്ന നല്ല മനസ്സ് വേണേ ഉമ്മമാരെ. ഏത് ദുർബല സമയത്തും ആര് ചതിക്കാൻ നോക്കിയാലും, ആര് വീഴ്ത്താൻ നോക്കിയാലും, ആര് വഞ്ചിക്കാൻ നോക്കിയാലും, ചതിയുടെ കാലമാണിത്, വഞ്ചനയുടെ കാലമാണിത്, പല മക്രിന്റെ കാലമാണ്, ഖിയാനത്തിന്റെ കാലമാണ്. ഒരൊറ്റ ചതിക്കാരന്റെയും ചതിയിൽ വീണു പോകാതെ കൽബൊന്ന് പാകപ്പെടുത്തിയെടുക്കണം. ഏത് ചതിപ്രയോഗത്തിൽ വീണു പോകാനിടയുള്ള സമയത്ത് അല്ലാ, എന്നെ കാണുന്നൊരു റബ്ബുണ്ടല്ലോ, എന്നെ വീക്ഷിക്കുന്നൊരു റബ്ബുണ്ടല്ലോ, എന്നെ നിരീക്ഷിക്കുന്നൊരു റബ്ബുണ്ടല്ലോ. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, അതേ മനസ്സിലുള്ളത് മുഴുവനും കാണുന്നൊരു റബ്ബുണ്ടല്ലോ. വാല് കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ആഖിറുസ്സമാനാണ് മക്കളെ. ഒരാളെ ചതിയിലും പെട്ടുപോകരുത്. മരക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന യുവതികളെ, ഒരാളെ ചതിയിലും പെട്ടുപോകരുത്. ആ ദുർബല സമയത്തൊക്കെ വഖൽബുൻ ഖാശിഉ, എന്നെ കാണുന്ന എന്റെ റബ്ബിനെ പേടിക്കുന്ന ഒരു മനസ്സ് വേണേ. ആ മനസ്സാണ് ഇത്തരത്തിലുള്ള സദസ്സ് കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെയുള്ള മനസ്സ് ഉണ്ടാക്കിയെടുത്തത് കൊണ്ടല്ലേ മുൻഗാമികളെ രക്ഷപ്പെട്ടു പോയത്. അതുകൊണ്ടാണല്ലോ അവരുടെ കണ്ണുകൾ നനഞ്ഞത്. അവരങ്ങ് വേഗം കരഞ്ഞുപോയി, വേഗം അങ്ങ് കരഞ്ഞുപോയി. അവരുടെ ജീവിതം അങ്ങനെയാണല്ലോ.
റബീഉൽ ആഖിർ മാസം ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമ എംഎ ഉസ്താദിനെ അനുസ്മരിക്കുന്ന മാസമാണ്. അല്ലാഹുവേ നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. മദ്രസയുടെ പരിപാടി നടന്ന സ്റ്റേജിൽ എംഎ ഉസ്താദിനെ മറക്കാൻ പറ്റൂല. കാരണം മദ്രസ സംവിധാനത്തിന് ആ ആശയം ആദ്യമായി പണ്ഡിത സഭയിൽ അവതരിപ്പിച്ച മഹാനാണ് നൂറുൽ ഉലമ. അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ പ്രകാശമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇന്നലെ ഒരു ഉസ്താദാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാണ് നേരത്തെ നിങ്ങളെ ഉസ്താദ് ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് പോകുന്നുണ്ട്. അദ്ദേഹം കേരളക്കാരനാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ നാട്ടിലെ പരിപാടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, സൂക്ഷ്മത ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നല്ല സൂക്ഷ്മത വേണം. ഏത് വിഷയത്തിലും നന്നായി സൂക്ഷ്മതയിൽ ജീവിച്ചാൽ അതിലൊക്കെ വലിയ ബർക്കത്തുണ്ടാവും. ഉള്ളത് കുറച്ചാണെങ്കിലും ശരി, ഉള്ളത് നല്ല സൂക്ഷ്മതയിൽ വേണം. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് ചെയ്യട്ടെ. എംഎ ഉസ്താദ് മംഗലാപുരം ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ പല്ലുകുത്തൽ സുന്നത്താണല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ തഖ്ലീല്, പല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും സിക്കിയൽ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് എടുത്താൽ തിന്നാൻ പറ്റുമോ പറ്റൂല, അതും പണ്ഡിതന്മാർ ചർച്ച പറഞ്ഞു. നിങ്ങളെന്താ കരുതിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് നാവെന്ന് എടുത്തതാണെങ്കിൽ കുഴപ്പമില്ല, അല്ല കുത്തിയിട്ടെടുത്താണെങ്കിൽ തിന്നണ്ട, അങ്ങനെ ഇസ്ലാം പറഞ്ഞ. ഹറാമോന്ന അങ്ങനൊന്നും പറയാനില്ല, എന്നാലും വേണ്ട, അത് വേണ്ട. കുത്തിയിട്ടെടുത്താൽ അത് പുറത്തിടുക. നാവെന്ന് എടുത്താൽ വേണമെങ്കിൽ അല്ലാഹ് ബിസ്മി ഒന്ന് കിടക്കട്ടെ, കുറെ അങ്ങ് കിടക്കണല്ലേ, ഇതും കൂടി ഒന്ന് കിടക്കട്ടെ. പക്ഷേ സാധാരണഗതിയിൽ ഈ പല്ല് കുത്താൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇവിടെ എന്താ പറയാ നിങ്ങൾക്കറിയില്ല? ബിദുറു എന്താ നിങ്ങൾ എന്താ പറയാ? മുളത്തിന്റെ എന്താ നിങ്ങൾ പറയണേ? നമ്മുടെ ടൂത്ത് പിക്കില്ലേ? അപ്പൊ ഈ ഉസ്താദിനോട് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദ് ചോദിച്ചു, ഒരു ഹലാലായ പല്ലുക്കുത്തി കിട്ടുമോ എന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു. സുഖമില്ലാതെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഒരു ഹലാലായ പല്ലുക്കുത്തി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സഖാഫി ഉസ്താദിന് മനസ്സിലായില്ല, എന്താണ് ഇപ്പൊ ഹലാലായ പല്ലുക്കുത്തി ഹറാമായ പല്ലുക്കുത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണിങ്ങനെ ചോദിക്കുമ്പോഴാ പറഞ്ഞത്, ഈ എന്താണിങ്ങനെ ചോദിക്കുമ്പോഴാണ് പിന്നെയാണ് മനസ്സിലാക്കണത്, ഈ മുളത്തിന്റെ നമ്മള് ബിദുറു എന്ന് പറയും, ആ ബിദുറു കൊണ്ട് പല്ല് കുത്ത അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കിതാബിലുണ്ട്. ഈ ബിദുറു നിങ്ങൾക്ക് മനസ്സിലായോ ഈ പറയണേ? അതിൻ്റെത് പല്ലുക്ക് കുത്തല് നല്ലതല്ല എന്ന് കിതാബിലുണ്ട്. അപ്പൊ അതല്ലാത്തത് വേറെ വേണോന്ന് നിങ്ങൾ നോക്ക്. ഹറാമിന്റെ കാര്യമല്ല, നിർബന്ധ കാര്യമല്ല, ഒന്നുമല്ല. പക്ഷേ ഒരു കറാഹത്ത് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി, എപ്പോ സുഖമില്ലാതെ വല്ലാതെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വിധേയമായ സമയത്ത് ഒരു കറാഹത്ത് ചെയ്യാൻ ഉസ്താദ് ഭയക്കാണ്. വെറുതെയാണോ? അവരൊക്കെ വഫാത്തായിട്ട് വർഷങ്ങൾ പിന്നിട്ടാലും അവരെ ഈ ഉമ്മത്ത് ഓർക്കണത് വെറുതെയാണോ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതിരിക്കാൻ അത്രമാത്രം ജീവിതം സൂക്ഷിച്ച മഹാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമ എംഎ ഉസ്താദ്. അല്ലാഹുവേ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അത്തരൊന്നും വറയോടുകൂടെ ജീവിക്കാൻ ഈ ആഖിറു സമാനിൽ കഴിയുന്ന ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. എന്നാലും അതിന്റെ ഒരു ചെറിയ അംശം, ഒരു ലവലേശമെങ്കിലും സൂക്ഷ്മതയിൽ കഴിയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അങ്ങനെ വേണം ആ ഖൽബ്. അതാണ് ഖൽബുൻ ഖാശിഉൻ, അല്ലാഹുവിനെ പേടിക്കുന്ന മനസ്സ്. അത് സ്വർഗത്തിന്റെ ലോക്ക് തുറക്കുന്ന ചാവിയുടെ താക്കോലാണ്. ഓ സുഹൃത്തുക്കളെ, ആ ഖൽബുണ്ടാക്കി എടുക്കാനാണ് ഞാനും നിങ്ങളും മെനക്കെടേണ്ടത്. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുകൾ എപ്പോഴും പറയല്, റബീഉൽ ആഖിർ മാസം മഹാനവരുകൾ വഫാത്തായ മാസമാണല്ലോ. മഹാനവരുകൾ എപ്പോഴും പറയൽ എന്താണ്? നിങ്ങൾ എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണ്ട,
ഇനി ഞാൻ എത്ര കാലം ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? കുറെ ആയുസ് റബ്ബെനിക്ക് തന്നില്ലേ, ഇനിയും ഞാനിങ്ങനെ ദീർഘായുസ്സിന് വേണ്ടി ദ്വാർന്നാ പറ്റോ? പക്ഷേ നിങ്ങൾ എനിക്ക് ദുആ ചെയ്യേണ്ടത് മരിക്കുന്ന സമയത്ത് ഖൽബ് പ്രകാശിച്ചിട്ട് മരിക്കണോ. ആ ഖൽബൊന്ന് പ്രകാശിക്കണം, ഖൽബിന് നല്ല വെളിച്ചം കിട്ടണോ. ആ പ്രകാശിക്കുന്ന ഖൽബോടുകൂടെ മരിക്കണോ. ആരാണിത് പറയുന്നത്? സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുകളുടെ ചരിത്ര പുസ്തകം ഞാൻ വായിച്ചപ്പോ അതിൽ ഒരിടത്ത് കാണാൻ കഴിയും, മഹാനവരുകൾ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടില്ല. ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ വേണ്ടി ഉറങ്ങുക. ഇപ്പൊ എന്ത് വ്യത്യാസം? കിടന്നിട്ട് ഉറങ്ങുക, ഉറങ്ങിട്ട് കിടക്കുക. ഏതാണത്? കിടന്നിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ ഉറങ്ങാൻ വേണ്ടി കിടന്നു കൊടുക്കല. ഉറക്ക് പിടിക്കാൻ വേണ്ടി കിടന്നിട്ട് കൊടുക്കുക, പിന്നെ ഉറങ്ങുക. അത് രണ്ടാം നമ്പറാണ്. അതാണ് നമ്മൾ ചെയ്യണേ. നമ്മളിപ്പോ ഉറങ്ങിന്റെ സമയമായാൽ നമ്മൾ ആദ്യം കിടക്കും, അല്ലേ? മഹാൻ അങ്ങനെയല്ല, ഉറങ്ങിയിട്ട് കിടക്കല എന്ന് പറഞ്ഞാല് ഉറക്കങ്ങ് വരുമ്പോ കിടന്നു പോവലാണ്. അതാണ്, അങ്ങനെയാണ്. അല്ലാതെ എങ്ങനെ ആദ്യം തന്നെ ഉറങ്ങാൻ വേണ്ടി കിടക്കല്ല. അവരെ ജീവിതം അങ്ങനെയാണ്. എന്നിട്ടും അവർ ആഗ്രഹിച്ചത് എന്താ? ഒരൊറ്റ ആഗ്രഹമാണ്, ദീർഘായുസിന് വേണ്ടി ദ്വാർക്കുമ്പോ മഹാൻ എന്താ പറയല്? ഇനി എവിടുക്കാ ദീർഘായുസ്? ഇനി ദീർഘായുസല്ല, ഇനി ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾ എനിക്ക് ദ്വാർക്കണം. മഹാനവരുകൾ എല്ലാ സദസ്സിലും, നിങ്ങൾ അടുക്കാരിൽ വരാറില്ലായിരുന്ന? ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, അവിടെ വന്നു. ഞാൻ എന്നാലും ഈ പരിസരത്തൊക്കെ വന്ന മഹാനല്ലേ ബഹുമാനപ്പെട്ട തങ്ങള്. എന്നിട്ടും മഹാൻ പറഞ്ഞെന്താ? എനിക്ക് മരിക്കുന്ന സമയത്ത് ഖൽബൊന്ന് പ്രകാശിച്ചിട്ട് മരിക്കണം. ആ ഖൽബിന് വെളിച്ചം കിട്ടിയിട്ട് മരിക്കണം. അതിന് നിങ്ങൾ ദുആ ചെയ്യണേ. ഓ സുഹൃത്തുക്കളെ, ആ ഖൽബിനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. സ്വർഗത്തിന്റെ ലോക്ക് തുറന്നു കിട്ടണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചാവിക്കുള്ള ഒരു പല്ല്, നേരത്തെ പറഞ്ഞ നുണ പറയാത്ത നാവ്, ഗീബത്ത് പറയാത്ത നാവ്, ദിക്ർ ചൊല്ലുന്ന നാവ്, രണ്ടാമത്തത് അല്ലാഹുവിനെ പേടിക്കുന്ന ഖൽബ്, അതോടുകൂടെ കേവലം റബ്ബിനെ പേടിക്കുന്ന ഖൽബായ പോരാ, ത്വാഹിറും മിനൽ ഹസദി വൽ ഖിയാനതി, ഒരാളോടും ചതി കാണിക്കാത്ത മനസ്സ്, ഒരാളെയും ചതിക്കാത്ത മനസ്സ്. യഥാർത്ഥത്തിൽ റബ്ബിനെ പേടിക്കുന്ന മനസ്സാണോ, ആ മനസ്സ് വെച്ചിട്ട് ഒരാളോടും അസൂയ കാണിക്കാൻ കഴിയില്ല, ഒരാളെയും ചതിക്കാൻ കഴിയില്ല, ഒരാളെയും വഞ്ചിക്കാൻ കഴിയില്ല, ഒരു വിഷയത്തിലും പറ്റിക്കാൻ കഴിയില്ല. ഇനി മൂന്നാമതായി മഹാന്മാർ പറയാണ്, ആ താക്കോലിനുള്ള മൂന്നാമത്തെ പല്ലേതാണ്? വബത്നുൻ ത്വാഹിറുൻ മിനൽ ഹറാം, ഹറാം എത്തിപ്പെടാത്ത വയറ് വേണോ? നാവിന്റെ കാര്യം പറഞ്ഞു, ഖൽബിന്റെ കാര്യം പറഞ്ഞു. ഓ, ഇനി നമുക്കൊരു വയറ് വേണം. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വയറുണ്ട്, ആ വയറ് പോരാ. ഈ വയറുമായി സ്വർഗത്തിലെത്തണോ? ഓ പുരുഷന്മാരെ, എല്ലാ വയറുകൊണ്ട് സ്വർഗത്തിനെത്താൻ കഴിയില്ല. വബത്നുൻ ത്വാഹിറുൻ മിനൽ ഹറാം, ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് ശുദ്ധിയായി കിട്ടിയ വയറ് വേണോ? ഒരാളെ പറ്റിച്ചിട്ട് കിട്ടിയ പണം കൊണ്ട് വയറ്റിലേക്കാക്കിയ വയറ് പറ്റൂല. നല്ല ശുദ്ധിയുള്ള വയറ് വേണം. ആ വയറുമായിട്ടാണ് സ്വർഗത്തിൽ പോകേണ്ടത്. ഇനി വീണ്ടും പണ്ഡിതന്മാര് പറയാണ്, വജവാരിഹു മശ്ഗൂലത്തും ബിൽ ഖിദ്മതി ത്വാഹിറത്തും മിനൽ മആസി,
നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ, ആ അവയവങ്ങൾ ഖിദ്മത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളാകണോ. പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹ്, മദ്രസയുടെ കുട്ടികളെ പരിപാടി നടന്നപ്പോ നിങ്ങളൊക്കെ നന്നായി അധ്വാനിച്ചില്ലേ? ആ പരിപാടിക്ക് വേണ്ടി കമ്മിറ്റി രൂപീകരിച്ചില്ലേ? നല്ലൊരു ചെലവ് വരുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തില്ലേ? അതൊക്കെ റബ്ബിന്റെ ദീനിനുള്ള ഖിദ്മത്താണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിനുള്ള ഖിദ്മത്താണ്. ആ ഖിദ്മത്ത് ചെയ്യാൻ ഉപയോഗിച്ച അവയവങ്ങൾ, ആ അവയവങ്ങളാണ് സ്വർഗത്തിന്റെ താക്കോലിനുള്ള പല്ലുകൾ കേട്ടോ. ഇനി ആ അവയവങ്ങളുടെ പ്രത്യേകത എന്താണ്? അതേ, തെറ്റ് ചെയ്യാത്ത അവയവങ്ങളാകണോ. ഓ, അതുകൊണ്ടല്ലേ ഇബ്നു ശബ്റുമ തങ്ങൾ പറഞ്ഞില്ലേ, അജിബ്തു ലിന്നാസി, ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. ഈ ജനങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? കാരണം എന്തേ? അസുഖത്തെ പേടിച്ചിട്ട് ഭക്ഷണം നിയന്ത്രിക്കുന്ന ആണുങ്ങളില്ലേ, രോഗം വരുമെന്ന് പറഞ്ഞിട്ട് അതേ ഡയറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങന്മാരില്ലേ, ആ കടിച്ച ഭക്ഷണം ദഹിക്കണമെന്ന് കരുതിയിട്ട് അതേ സുബഹി നിസ്കാരത്തിന് ശേഷം പർദയും ഇട്ടിട്ട് വാക്കിങ്ങിന് പോകുന്ന പെണ്ണുങ്ങളില്ലേ, പള്ളിന്നിറങ്ങിയിട്ട് തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ചിട്ട് നടക്കാൻ പോകുന്ന ആണുങ്ങളില്ലേ. പോകൽ ഹറാം എന്നല്ല പറഞ്ഞത്, തെറ്റാണ് എന്നല്ല പറഞ്ഞത്, കറാഹത്താണ് എന്നല്ല പറഞ്ഞത്, പോകുന്നതിനെ നിസാരപ്പെടുത്തിയതുമല്ല, നിരുത്സാഹപ്പെടുത്തിയതുമല്ല, ഇനി നാളെ തൊട്ട് പോകണ്ടെന്ന് പറഞ്ഞതല്ല. അതേ സമയത്ത് ഇബ്നു ശബ്റുമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ഈ ജനങ്ങളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. കാരണം എന്തേ? രോഗം വരുമെന്ന് പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കാറുണ്ട്. ഇറച്ചി തൊടാറില്ല, മധുരം തൊടാറില്ല, ഷുഗർ കൂടുമെന്ന് കരുതിയിട്ടാണ്. എന്നാൽ അല്ലാഹുവിന്റെ നരകത്തെ പേടിച്ചിട്ട് ഹറാമുകളെ നിയന്ത്രിക്കാത്തതെന്തേ? ദുനിയാവിന്റെ അതേ രോഗം പേടിച്ചിട്ട് ഭക്ഷണം നിയന്ത്രിക്കുന്ന ആണുങ്ങളെ, ഭക്ഷണം നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളെ, അതേ റബ്ബ് പടച്ചു വെച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ പേടിച്ചിട്ട് ഹറാമുകൾ നിയന്ത്രിക്കാൻ, ആ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സ് വരാത്തതെന്തേ? അങ്ങനെയുള്ള അവയവമാണ് ഈ വാല് പറയുന്ന മുസ്ലിയാറിന് വേണ്ടത്, എന്റെ വാല് കേൾക്കുന്നവർക്ക് വേണ്ടത്. അതാണ് സ്വർഗത്തിന്റെ പൂട്ടു തുറക്കാനുള്ള പല്ലുകൾ കേട്ടോ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാല് നിർത്തുന്നു. വിഷമമില്ലെങ്കിൽ ഒന്നെണീറ്റു നിൽക്കുമോ? അവിടെ തന്നെ നിന്നാ മതി. നമുക്കൊരു ചെറിയ ദുആ നടത്തി പിരിയണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സ് കാരണം സാധുക്കളായ ഞങ്ങളുടെ ആഖിറം നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഈ ദുനിയാവിനേക്കാൾ വലിയ സന്തോഷം ഞങ്ങൾക്ക് നീ ആഖിറത്തിൽ നൽകണേ അല്ലാഹ്. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സിഫത്തു സഫ്വയിലുണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം. അബൂ മഅ്ശർ റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയുകയാണ്, റഅയ്തു ഔന ഇബ്ന അബ്ദില്ലാഹ്. ഔന ഇബ്ന അബ്ദില്ലാഹ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. ആ മഹാൻ അക്കാലത്ത് വലിയ വാള് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ആരാണ് ആ വാള് പറയുന്ന പണ്ഡിതൻ? അബൂ ഹാസിം റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ ഇൽമു പറഞ്ഞു കൊടുക്കുന്നയാളാണ്. ആ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു തങ്ങളുടെ സദസ്സിൽ പോയിട്ട് ഔനു ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്നു.
ഈ അബൂ ഹാസിം തങ്ങൾ ഇങ്ങനെ വഅദ് പറയുമ്പോ ആ വഅദ് കേട്ടിട്ട് ഔൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു യബ്കീ വയംസഹു വജ്അഹു ബിദുമൂഇഹി കരയാറുണ്ട്. കരയുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ആരും ചെയ്യാത്ത ഒരു കാര്യം അത് ഞാനും നിങ്ങളും ചെയ്യണേ. കരച്ചിൽ വരാതിരിക്കൂല. ദുആ ചെയ്യുമ്പോ കരയും, പടച്ച റബ്ബിനെ ഓർക്കുമ്പോ കരയും. ശരിക്കും കരയണേ ഉപ്പമാരെ, ഓ ചെറുപ്പക്കാരെ, റബ്ബിനെ ഓർത്ത് കണ്ണ് ശരിക്കും നനയണം. ഓ ഉമ്മമാരെ, കുറെ അങ്ങ് ചിരിച്ചിട്ട് ജീവിച്ചത് കൊണ്ട് മാത്രമായോ ആഖിറത്തിൽ വേണ്ടത് കുറെ കണ്ണുനീരാണ്. ഈ കണ്ണ് നനഞ്ഞ ചരിത്രം റബ്ബിന്റെ കോടതിയിൽ പറയാൻ കഴിയണം. ഈ കണ്ണ് നനഞ്ഞത് നമുക്ക് റബ്ബിന്റെ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിയണം. അങ്ങനെ നമ്മൾ എപ്പോഴും കരയാറുണ്ടല്ലോ. ആ കരയുന്ന സമയത്ത് എന്തിനാ ഇപ്പൊ ഇവർ വന്നാൽ എല്ലാം ശ്രദ്ധ മാറിപ്പോ. ആ കരയണ സമയത്ത് അതാ നമുക്ക് കരച്ചില് വരും. കരച്ചില് വരാത്തവനാരുമില്ല. ഏതെങ്കിലും ഒരു സമയത്ത് കരയാത്തവനുണ്ടോ? ഇല്ല, കരയും. ആ കരയുന്ന സമയത്ത് മഹാനവരികൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഔൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു വയംസഹു വജ്ഹഹു ബിദുമൂഇഹി. ആ കരയുമ്പോൾ ഇറ്റുന്ന കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് കൈകൊണ്ട് തടകിയിട്ട് ശരീരത്ത് മുഴുവനും അങ്ങ് പുരട്ടുന്നു, മുഖം പുരട്ടിക്കൊടുക്കുന്നു. ഈ കരയുന്ന കണ്ണുനീര് കൈകൊണ്ട് തടകുന്നു. എന്നിട്ട് അതാ മുഖമങ്ങ് ഫുള്ളോയിട്ട് തടകിക്കൊടുക്കുന്നു. കണ്ണിൽ നിന്നിറ്റിയ കണ്ണുനീര് കൈകൊണ്ട് ആ കണ്ണുനീരിനെ മുഖത്തേക്ക് തടകിക്കൊടുക്കുന്നു. സദസ്സിലുള്ളവരെല്ലാം ഈ കാഴ്ച കാണുന്നു. ആരും ചെയ്യാത്ത ഒരു കാര്യമാണല്ലോ. ഔൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു വലിയ മഹാൻ, ചില്ലറക്കാരനല്ല. അയാൾ ഇത് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗുട്ടൻസ് ഉണ്ടാകും, എന്തെങ്കിലും രഹസ്യമുണ്ടാകും, എന്തെങ്കിലും സീക്രറ്റ് ഉണ്ടാകും. വിട്ടില്ല ആ സദസ്സിലുള്ളവർ. ഔൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു തങ്ങളോട് അവർ ചോദിച്ചു, ലിമ തംസഹു വജ്അക ബിദുമൂഇക. അല്ല ഔൻ ഇബ്നു അബ്ദില്ല തങ്ങളെ, നിങ്ങൾ ഈ സദസ്സിലിരുന്നിട്ട് ഇങ്ങനെ കരയുമ്പോ ആ കരയുന്ന കണ്ണുനീര് കൊണ്ട് നിങ്ങളെ മുഖം തടകാറുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഉടനെ ഔൻ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു മഹാനവരികളെ മറുപടി എന്താണ്? ബലഗനി, ഞാനിത് വെറുതെ ചെയ്യുകയല്ല, അതേ ഒരു തെളിവില്ലാതെ ചെയ്യുകയല്ല, നല്ലൊരു ബോധത്തോടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതിനൊരടിസ്ഥാനമുണ്ട്, ഇതിനൊരു ദലീലുണ്ട്, ഇതിനൊരു തെളിവുണ്ട്. അവർ ചോദിച്ചു, എന്താണ് അതിനുള്ള തെളിവ്? അപ്പോഴാണ് മഹാനവരികൾ പറഞ്ഞത്, എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അന്നഹു ലാ തുസീബു ദുമൂഉൽ ഇൻസാനി മകാനം മിൻ ജസദിഹി ഇല്ലാ ഹറമല്ലാഹു അസ്സ വജല്ല ദാലികൽ മകാൻ അലന്നാർ. ഒരു മനുഷ്യന്റെ കണ്ണുനീരിറ്റിയാൽ
ആ കണ്ണുനീർ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏത് ഭാഗത്തേക്ക് കൊണ്ടുവോ ആ ഭാഗം അല്ലാഹു തആല നരകത്തിന്മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ കണ്ണുനീര്, ഞാൻ ആ കണ്ണുനീര് എന്റെ കൈ കൊണ്ട് എന്റെ മുഖമങ്ങ് തടകിയാൽ ആ എന്റെ മുഖം നരകത്തിൽ പോകൂലല്ലോ. എന്റെ മുഖം നരകത്തിൽ പോകാതെ എന്റെ ശരീരം മാത്രം നരകത്തിൽ പോകുമോ? അതുകൊണ്ടാണ് ഞാൻ കരയുമ്പോൾ ആ ഇറ്റുന്ന കണ്ണുനീര് കൊണ്ട് അതെന്റെ കൈ കൊണ്ട് തടകിയിട്ട് ഞാൻ എന്റെ മുഖം തടകിക്കൊടുത്തിരുന്നത് വെറുതെയല്ല. ഇബ്നുൽ ജൗസി തങ്ങള് സിഫത്തു സഫ്വയിൽ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എത്രയാണ് നരകത്തിൽ നിന്ന് അവരുടെ ശരീരത്തെ ഒന്ന് പുറന്തള്ളാൻ, നരകത്തിന്മേൽ അവരെ ശരീരത്തെ റബ്ബ് നിഷിദ്ധമാക്കാൻ എത്രയാണ് ആലോചിച്ചത്, എത്രയാണ് കണ്ടത്, എത്രയാണ് കേട്ടത്, എത്രയാണ് പിടിച്ചത്, എത്രയാണ് നടന്നത്, എത്രയാണ് ചിന്തിച്ചത്, എത്രയാണ് ഇടപെടലുകളും നടത്തിയത്. അവരാ കാണിച്ചു തന്ന വഴിയിലോട്ട് ഒന്ന് കയറി ചെല്ലാൻ ശ്രമിക്കണേ. വഅദ് പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കാൻ ഈ പാവപ്പെട്ട എനിക്കൊരർഹതയില്ല, എനിക്കൊരവകാശമില്ല. ഈ പറയുന്നത് മുഴുവനും ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോട് പറഞ്ഞ് നിങ്ങളെ ഞാനതങ്ങ് കേൾപ്പിച്ച് ഞാൻ എൻ്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ഈ സദസ്സ് കാരണം നീ ഞങ്ങൾക്കെല്ലാം അത്തരത്തിലുള്ള വലിയ ചിന്തകൾ ചിന്തിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ, ഖൽബ് തരണേ അല്ലാ. ഈ സദസ്സ് കാരണം രണ്ട് ലോകത്തും രക്ഷപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ എല്ലാം പെടുത്തണം റഹ്മാനേ.